പരിസ്ഥിതി പ്രവർത്തകൻ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിപ്ലവകാരി, ലഡാക്കിലെ സൈനികരുടെ രക്ഷകൻ, ഇതിനെല്ലാം ഉപരി 3 ഇഡിയറ്റ്സ് എന്ന എവർഗ്രീൻ ചിത്രത്തിലെ ഫുൻസുക് വാങ്ഡു എന്ന നായിക കഥാപാത്രത്തിന് പ്രചോദനാത്മകമായ യഥാർത്ഥ ജീവിതത്തിലെ ജീനിയസ്. സോനം വാങ്ചുക് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വിശേഷണങ്ങൾ ഇതൊക്കെ ആയിരിക്കും അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന, പലരും ആധുനിക ഗാന്ധി എന്നും ഇന്ത്യയുടെ ഭാവി വിദ്യാഭ്യാസ മന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനെന്നുമൊക്കെ വാഴ്ത്തുന്ന ഒരു ബിംബം. പക്ഷേ ഈ തിളങ്ങുന്ന പ്രതിച്ഛായയ്ക്ക് പിന്നിൽ വലിയൊരു PR കെട്ടുകഥയാണെങ്കിലോ? അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കണ്ടതും കേട്ടതുമായ അത്ഭുത കണ്ടുപിടുത്തങ്ങൾ പലതും മറ്റുള്ളവരുടെ അധ്വാനത്തിൽ പേരുണ്ടാക്കിയ തട്ടിപ്പുകളിലാണെങ്കിലോ? വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ കോടികളുടെ ഭൂമി ഇടപാടുകളും സാമ്പത്തിക ക്രമക്കേടുകളും വിദേശ ഫണ്ട് തട്ടിപ്പുകളും നടന്നിട്ടുണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോനം വാങ്ചുക് എന്ന ബ്രാൻഡിന്റെ യഥാർത്ഥ സത്യങ്ങളെക്കുറിച്ചാണ്. സൈന്യത്തിനായി ഉണ്ടാക്കിയെന്ന് അവകാശപ്പെട്ട സോളാർ ടെന്റുകളുടെ പരാജയം, വിദേശ ഫണ്ട് ക്രമക്കേട്, ഐസ്തൂപങ്ങളുടെ പേരുള്ള വിവാദം, സർവകലാശാലയുടെ പേരിൽ നടന്ന വാഗ്ദാന ലംഘനങ്ങൾ, അമീർ ഖാൻ തന്നെ വെളിപ്പെടുത്തിയ സിനിമാ ബന്ധത്തിന്റെ സത്യം, ഒടുവിൽ ഡൽഹിയിൽ അരങ്ങേറിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകൾ വരെ സോനം വാങ്ചുക് എന്ന ബിംബത്തെ കൃത്യമായ ഡാറ്റകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പൂർണ്ണമായും വിശകലനം ചെയ്യുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ. സോനം വാങ്ചുക് എന്ന പേര് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പ്രധാനപ്പെട്ട കാര്യം ഐസ് സ്തൂപങ്ങൾ അഥവാ ഐസ് സ്തൂപാസ് അല്ലെങ്കിൽ കൃത്രിമ ഹിമാനികളാണ്. ലഡാക്കിലെ കഠിനമായ വരൾച്ചയ്ക്കും ജലക്ഷാമത്തിനും പരിഹാരമായി വാങ്ചുക് ഐസ് സ്തൂപങ്ങൾ നിർമ്മിച്ചു എന്നും അത് കർഷകരെ രക്ഷിച്ചു എന്നുമുള്ള കഥ നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കഥയിലെ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ലഡാക്കിൽ കൃത്രിമ ഗ്ലേഷ്യർ എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നതും അത് വിജയിപ്പിച്ചതും സോനം വാങ്ചുക് അല്ല. 1980കളുടെ അവസാനത്തിൽ ചെവാങ് നോഫൽ എന്ന ലഡാക്കി എഞ്ചിനീയറാണ് കൃത്രിമ ഗ്ലേഷ്യറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഉയർന്ന മലനിരകളിലെ തണുത്ത അരുവികളിലെ വെള്ളം തിരിച്ചു വെച്ചിട്ട് മരവിപ്പിച്ച് വലിയ മഞ്ഞുപാളികളാക്കി മാറ്റുകയും വസന്തകാലത്ത് അത് ഉരുകുമ്പോൾ താഴെയുള്ള കർഷകർക്ക് കൃഷിക്ക് വേണ്ടി വെള്ളം എത്തിക്കുകയും ചെയ്യുന്ന രീതി നോർഫൽ വിജയകരമായി നടപ്പിലാക്കിയിരുന്നു. സോനം വാങ്ചുക് ഇതിൽ എന്താ ചെയ്തത്? നോർഫൽ തിരശ്ചീനമായി വെള്ളം സൂക്ഷിച്ച സ്ഥാനത്ത് പൈപ്പുകളിലൂടെ വെള്ളം താഴെ എത്തിച്ച് തണുത്തുറഞ്ഞ കാറ്റിലേക്ക് സ്പ്രേ ചെയ്ത് ഇതൊരു കോൺ അല്ലെങ്കിൽ സ്തൂപ ആകൃതിയിൽ മരവിപ്പിച്ചു. സ്തൂപാകൃതിയിലാകുമ്പോൾ സൂര്യപ്രകാശം ഏൽക്കുന്ന ഉപരിതലം കുറയുമെന്നും പതുക്കെ അത് ഉരുകൂ എന്നുമുള്ളതായിരുന്നു ഇതിന്റെ മാറ്റം. അതായത് നിലവിലുണ്ടായിരുന്ന ഒരു സാങ്കേതിക വിദ്യയിൽ ചെറിയൊരു മാറ്റം വരുത്തുക മാത്രമാണ് വാങ്ചുക് ചെയ്തത്. പക്ഷേ അതിന് ഐസ്തൂപം എന്ന ആകർഷകമായി പേരിട്ട് സോഷ്യൽ മീഡിയയും അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും ഉപയോഗിച്ച് സ്വയം ബ്രാൻഡ് ചെയ്യുകയും ചെവാങ് നോഫൽ എന്ന യഥാർത്ഥ ഉപജ്ഞാതാവിന്റെ ക്രെഡിറ്റ് മുഴുവനായി അടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റൊരു വശം കൂടിയുണ്ട്. സിയാങ് ഗ്രാമത്തിലാണ് വാങ്ചുക് ഐസ് സ്തൂപ പ്രൊജക്ട് തുടങ്ങിയത്. ഇതിന് തൊട്ടു താഴെയുള്ള ഫേ ഗ്രാമത്തിലെ കർഷകർ നൂറ്റാണ്ടുകളായി സിയാങ് അരുവിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷിയും കുടിവെള്ളവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഈ ഐസ് സ്തൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ചുക് ഈ അരുവിയിലെ വെള്ളം വലിയ തോതിൽ തിരിച്ചുവിട്ടല്ലോ. ഫലം എന്തായി? താഴെയുള്ള പാവപ്പെട്ട കർഷകർക്ക് തങ്ങളുടെ കുടിവെള്ളവും കൃഷിവെള്ളവും നഷ്ടമായി. ദുരിതത്തിലായ ഗ്രാമീണർ വെറുതെ ഇരുന്നില്ല. അവർ ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകി. തർക്കം രൂക്ഷമായതോടെ 2018 ഫെബ്രുവരിയിൽ ഡെപ്യൂട്ടി കമ്മീഷനായ ഐസ് സ്തൂപങ്ങൾക്കായി വെള്ളം തിരിച്ചുവിടുന്നത് നിയമപരമായി തടഞ്ഞുവെച്ചു. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കർഷകരുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകേണ്ടതല്ലേ? എന്നാൽ വാങ്ചുക് ചെയ്തത് എന്താണ്? ഗ്രാമീണർക്ക് പുതിയ സാങ്കേതിക വിദ്യയും ശാസ്ത്രവും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത്, ഇതിനെ എതിർത്തത് എന്നും പറഞ്ഞ് പാവപ്പെട്ട കർഷകന്റെ തലയിലേക്ക് കയറ്റി. എന്നിട്ട് അവരെ അധിക്ഷേപിക്കുകയാണ് ഈ പറയുന്ന സോക്കോൾഡ് പരിസ്ഥിതി പ്രവർത്തകൻ ചെയ്തത്. ഈ പദ്ധതിയുടെ പേരിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 1 കോടിയിലധികം രൂപ വാങ്ചുക് സമാഹരിച്ചിരുന്നു. എന്നാൽ താഴെയുള്ള കർഷകർ കുടിവെള്ളം ഇല്ലാതെ വലഞ്ഞപ്പോൾ ആ ശാസ്ത്രജ്ഞന്റെ ഉള്ളിൽ യാതൊരു സഹതാപവും ഒന്നും ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ച മറ്റൊരു വാർത്തയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി സോനം വാങ്ചുക് വികസിപ്പിച്ചെടുത്ത കാർബൺ രഹിത സോളാർ ഹീറ്റഡ് ടെന്റ്. -14 തണുപ്പിൽ പോലും ടെന്റിനുള്ളിൽ 15 ഡിഗ്രി ചൂട് നിലനിർത്താൻ കഴിയുമെന്നും നിലവിലുള്ള സൈനിക ക്യാബിനുകളുടെ പകുതി ചെലവ് മാത്രമേ ഇതിന് വരികയുള്ളൂ എന്നുമാണ് വാങ്ചുക് അവകാശപ്പെട്ടത്. ഇത് വാർത്തകളിൽ വലിയ രീതിയിലുള്ള തരംഗം ഉണ്ടാക്കി. എന്നാൽ ഇത്രയും വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ത്യൻ സൈന്യം ഇത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? സത്യം എന്താണെന്നാൽ ഈ സോളാർ ടെന്റുകൾ സൈന്യം വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് യാതൊരുവിധ ഔദ്യോഗിക വിവരങ്ങളോ ഡാറ്റകളോ ലഭ്യമല്ല. PR വർക്കുകളും പ്രസ് മീറ്റുകളും ഫോട്ടോഷൂട്ടുകൾക്കും അപ്പുറം ഈ ടെന്റുകൾ പ്രായോഗികമായി വിജയിച്ചിട്ടില്ല എന്നതാണ് വസ്തുത.
ഇതിന്റെ ശാസ്ത്രീയ വിവരങ്ങൾ ചോദിക്കുമ്പോൾ പേറ്റന്റ് അപേക്ഷ നിലവിലുണ്ട് എന്ന് പറഞ്ഞ് വിവരങ്ങൾ രഹസ്യമായി വെക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞ മൊത്തത്തിലൊരു ഉഡായിപ്പ് മണം തന്നെയാണ് അടിക്കുന്നത്. സൈനികരുടെ പേരിൽ ദേശീയ ശ്രദ്ധ സൃഷ്ടിച്ച് ജനശ്രദ്ധ നേടാൻ ഉപയോഗിച്ച മറ്റൊരു PR തന്ത്രം മാത്രമായിരുന്നു ഇതും. സോനം വാങ്ചുക്കിനെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഡാറ്റകൾ പരിശോധിച്ചാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രശസ്തമായ പ്രസ്ഥാനമാണ് സെക്മോൾ, സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക്. എന്നാൽ 2025 സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സെക്മോളിന്റെ FCRF അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ലൈസൻസ് റദ്ദാക്കുകയുണ്ടായി. വിദേശത്തു നിന്നും ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തു, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത് നിരോധിച്ചത്. മറ്റൊന്ന് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്ക്, ഈ ബദൽ സർവകലാശാലയാണ് അടുത്തത്. 2018 ഫിയാങ്ങിൽ HIL നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ വാങ്ചുക്കിന് സൗജന്യമായി നൽകിയത് ഏകദേശം 60 ഹെക്ടർ ഭൂമിയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ വളരെ വ്യക്തമായിരുന്നു. 1 വർഷത്തിനുള്ളിൽ 14 കോടി രൂപ പ്രീമിയമായി അടയ്ക്കണം, 2 വർഷത്തിനുള്ളിൽ അത്യാവശ്യ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയാക്കണം, UGC അല്ലെങ്കിൽ AICTE തുടങ്ങിയ ഔദ്യോഗിക ഏജൻസികളുടെ നിയമപരമായ അംഗീകാരം നേടണം. എന്നാൽ വാങ്ചുക്ക് ഈ 3 വ്യവസ്ഥകളിലും പൂർണ്ണമായും പരാജയപ്പെട്ടു. 14 കോടി രൂപ പ്രീമിയം അടച്ചില്ല, ആവശ്യമായ നിർമ്മാണങ്ങൾ നടത്തിയുമില്ല, വാടകയും കുടിശ്ശികയുമായി സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക 37 കോടിയിലധികം രൂപയായി ഉയരുകയും ചെയ്തു. എല്ലാറ്റിലും അപകടകരമായ കാര്യം ഈ സ്ഥാപനത്തിന് UGCയോ AITCയോ അംഗീകാരം നൽകിയിട്ടില്ല എന്നതായിരുന്നു. അതായത് വിപ്ലവകരമായ വിദ്യാഭ്യാസം എന്ന് വിശ്വസിച്ച് ഇവിടെ പഠിച്ചിറങ്ങിയ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വാങ്ചുക്ക് നൽകിയ സർട്ടിഫിക്കറ്റുകൾക്ക് യാതൊരു നിയമപരമായ മൂല്യവും ഇല്ല. കുട്ടികളുടെ ഭാവി വെച്ച് പന്താടുകയും അവരെ വഞ്ചിക്കുകയും ചെയ്ത ഒരാളെയാണ് പലരും ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ നടക്കുന്നതും അദ്ദേഹമാണ് ഇപ്പോൾ ഡൽഹിയിൽ വന്ന് നിരാഹാര സമരം ഇരുന്നതും. വർഷങ്ങളോളം സോനം വാങ്ചുക്കിനെ ദേശീയ തലത്തിൽ ഒരു സെലിബ്രിറ്റിയാക്കി നിർത്തിയിട്ട് 3 Idiots എന്ന സിനിമയിലെ അമീർ ഖാന്റെ ഫുൻസുക് വാങ്ഡു എന്ന ഈ കഥാപാത്രം അദ്ദേഹത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണെന്ന വാർത്തയാണ്. വാങ്ചുക്ക് തന്നെ പല അഭിമുഖങ്ങളിലും ഈ ഇമേജ് ആസ്വദിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് അമീർ ഖാൻ തന്നെ നേരിട്ട് തുറന്നു പറഞ്ഞതാണ്. ലണ്ടനിലെ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കവേ അമീർ ഖാൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: 3 Idiots സിനിമ ചിത്രീകരിക്കുമ്പോഴോ അതിൻ്റെ തിരക്കഥ എഴുതുമ്പോഴോ എനിക്കോ സംവിധായകൻ രാജ്കുമാർ ഹിരാനിക്കോ എഴുത്തുകാരൻ അഭിജിത്ത് ജോഷിക്കോ സോനം വാങ്ചുക്ക് എന്നൊരു വ്യക്തിയെക്കുറിച്ച് അറിയുക പോലും ഇല്ലായിരുന്നു. കേട്ടല്ലോ, ശ്രദ്ധിച്ചു കേട്ടോളൂ. തൻ്റെ ബ്രാൻഡ് മൂല്യം ഉയർത്താൻ വേണ്ടി ഒരു സിനിമാ കഥാപാത്രത്തെ പോലും സോനം വാങ്ചുക്ക് ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് വേണം ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വരാം. ഇത്രയും നേരം നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഉടായ്പകളെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത കാലത്തായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പരിസ്ഥിതിക്കോ ലഡാക്കിലെ ജനങ്ങൾക്കോ വേണ്ടി ഉള്ളതായിരുന്നോ, അതോ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോട് കൂടിയ പ്രഹസനമായിരുന്നോ? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2026 ജൂലൈയിൽ ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചേർന്ന ഒരു ട്വീറ്റ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. സമരം നടത്തുന്നതിനും 16 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സമരത്തിന്റെ ഓരോ നീക്കങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അത്രേ. ആ ചോർന്ന പദ്ധതി ഇതായിരുന്നു. ഒന്നാമത്, സോനം വാങ്ചുക്ക് നിരാഹാര സമരം കിടന്ന് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണിക്കും. ഇനി രണ്ടാമത്, പോലീസുകാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. മൂന്നാമത്, കൂടെയുള്ള പ്രക്ഷോഭകർ ഇതിനെ തടയുകയും പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കുകയും ചെയ്യും. ചില വിഡ്ഢികൾ അതിനെ തുടർന്ന് അവിടെ പോയി കുരയ്ക്കും. ഇനി തുടർന്ന് പാർലമെന്റിലേക്കും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ച് നടത്താൻ ശ്രമിക്കും. സുരക്ഷാ സേന തടയുമ്പോൾ അവിടെ വലിയ സംഘർഷം സൃഷ്ടിച്ച് നേപ്പാളിൽ ഉണ്ടായതുപോലെയുള്ള ഒരു പ്രക്ഷോഭ അന്തരീക്ഷം രാജ്യത്തുണ്ടാക്കിയെടുക്കും. ഇതുപോലെയുള്ളൊരു രാജ്യദ്രോഹിയാണ് നിങ്ങളൊക്കെ ആസ്വദിക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ദിവസങ്ങൾക്ക് ശേഷം ജന്തർ മന്ദറിൽ കൃത്യമായി ഇതേ തിരക്കഥ തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല, മറിച്ച് വിദേശ ഫണ്ടുകളുടെയും ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെയും സഹായത്തോടെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ അട്ടിമറി ശ്രമമായിരുന്നു. അതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ചോർന്ന രേഖകളെല്ലാം തന്നെ. ഇപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാശ്രീ രാജ്യദ്രോഹിയായ സോണിയും അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടി ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ ചില ജൻസികളൊക്കെ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള പാർട്ടി നേതാവിനെയെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ആഘോഷിക്കൂ.
ഈ കാണുന്ന 30 സെക്കൻഡ് റീൽസോ അല്ലെങ്കിൽ ഈ കാണുന്ന വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളോ ഒന്നുമല്ല നമ്മുടെ ലോകം. ഇതിനെല്ലാം ഉപരി വലിയൊരു ലോകം നമ്മുടെ ചുറ്റുമുണ്ട്. സത്യത്തെ എന്തായാലും ഒന്ന് പരിശോധിക്കുക. എന്ത് കാണുമ്പോഴും അത് തൊടാതെ വിഴുങ്ങാതെ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ സാങ്കേതിക വിദ്യകളൊക്കെ കയ്യിൽ തന്നെ വിരൽത്തുമ്പിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫാക്ട് ചെക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യും. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.